കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി ഫുഡ് കഴിക്കാനെത്തുന്ന അച്ഛനെ ഹരീഷ് കുറ്റപ്പെടുത്തുകയാ. ഇയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കേ. ഇത്രയും കാലം നിങ്ങൾ നടന്നത് ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യവും അങ്ങനെ തന്നെയാ. ഈ വീട്ടിൽ എന്തു കുഴപ്പം നടന്നാലും അതെല്ലാം ഞാൻ എന്റെ തലയിൽ ചുമക്കണം എന്ന് അച്ഛനും പറയുന്നുണ്ട്. വേണം, ഈ വീട്ടിൽ എന്ത് തെറ്റ് നടന്നാലും അതിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. നിർത്തടാ, ഈ 2 ഉണക്കദോശ കഴിക്കുന്നതിനാണോടാ ഞാൻ ഇത്രയും കേൾക്കേണ്ടത് എന്ന് ചോദിച്ച് തന്റെ കയ്യിലെ പ്ലേറ്റ് നിലത്തേക്കിട്ട് എടുത്തോണ്ട് പോ നിന്റെ ദോശ. ഈ നാട്ടിലെ വേണ്ടുവോളം കടകളുണ്ട്. കാശെറിഞ്ഞു കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടം പോലെ കിട്ടും. അവൻ പട്ടിണിക്കിടാൻ നടക്കുന്നു. എടാ, എന്റെ തന്ത വിചാരിച്ചിട്ട് എന്നെ പട്ടിണിക്കിടാൻ പറ്റിയിട്ടില്ല. പിന്നാണോ നീ? ഭാസ്കരന്റെ കയ്യിൽ കാശുണ്ടടാ. അത് തീരുമ്പോ ഭാസ്കരൻ 1-2 ദിവസം ടിപ്പർ ഓടിക്കും. ഡെയിലി കുടിക്കാനും തിന്നാനും ഭാസ്കരന് അതൊക്കെ മതി. പിന്നെ ഈ വീട്, ഇവിടുന്ന് വേണമെങ്കിൽ നിനക്ക് പോവാം. ഭാസ്കരനെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഒരുത്തിനുമായിട്ടില്ല. അവന്റെ ഒരു ഉണക്കദോശ എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തോട്ടിറങ്ങി പോവുക. അത് കണ്ട് സുഭാഷും കഴിക്കാനിരിക്കുന്നവരോട് ഇങ്ങനെയാണോ ഹരീഷ് പെരുമാറുന്നത്? എടാ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടതുപോലെ ആയല്ലോ നിന്റെ സംസാരം എന്ന് പറയേ. സുഭാഷ് ഏട്ടന് മാത്രമെന്താ അയാളോട് ഇത്ര സോഫ്റ്റ് കോർണർ? പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെക്കണം. അയാള് പോയാ ഈ വീട് നന്നാവും എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയേ. നികേഷ് പെട്ടെന്ന് പ്ലേറ്റുമായി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. എന്താടാ, നീയൊന്നും കഴിച്ചില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. വിശപ്പില്ലെന്ന് നികേഷും. ഞാൻ ചൂടായിട്ട് 2 ചുട്ടു തരാമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഭക്ഷണം ഇറങ്ങണ്ടേ ഏട്ടാ? വേണ്ട. ഈ വീട് വീണ്ടും പഴയതുപോലെയായി സുഭാഷ് ഏട്ടാ. ഇനി എല്ലാ ദിവസവും വഴക്കാവും. വഴിയിലൂടെ പോകുന്നവരൊക്കെ ഇവിടുത്തെ വഴക്ക് കേൾക്കും. അത് കേട്ട് ചിരിക്കും. എല്ലാം പഴയതുപോലെ തന്നെയായി. സാരമില്ല, അതാണ് വിധിയെന്ന് സമാധാനിച്ച മതിയെന്ന് പറഞ്ഞ് നികേഷ് അവിടുന്ന് പോവുകയാണ്. അവിടെ നിധി തന്റെ റൂമിലെ ബെഡിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദിവ്യ റൂമിന് പുറത്തേക്ക് വന്ന് ഡോറിൽ മുട്ടിക്കൊണ്ട് നിധി അകത്തേക്ക് വരാലോല്ലേ എന്ന് ചോദിക്കുന്നത്. അതെന്ത് ചോദ്യ? അകത്തേക്ക് കയറി വാ എന്ന് നിധി വിളിക്കെ. ദിവ്യയും അകത്തോട്ട് കയറി വന്ന് താഴെ മെസ് ഹോളിൽ കണ്ടില്ലല്ലോ, എന്താ വരാഞ്ഞേ എന്ന് ചോദിക്കെ. വിശപ്പില്ലായിരുന്നുവെന്ന് നിധിയും. അതെന്തു പറ്റി? ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ, എന്താ ഡയറ്റാ എന്ന് ദിവ്യ ചോദിക്കേ. ഏയ് എന്ന് നിധിയും. ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ആദ്യം എനിക്കും പറ്റില്ലായിരുന്നു, പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ശീലമായി. വേണമെങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാമെന്ന് ദിവ്യ പറയേ. വേണ്ട വേണ്ട, എനിക്ക് ഓക്കെ ആണെന്ന് നിധിയും. റൂംമേറ്റിനെ കണ്ടോ എന്ന് ദിവ്യ ചോദിക്കേ. രാവിലെ കണ്ടു, ജസ്റ്റ് പരിചയപ്പെട്ടു. വൈകിട്ട് കണ്ടില്ലെന്ന് നിധി പറയേ. അവൾക്ക് നൈറ്റ് ആയിരിക്കും. ഞാൻ വാർഡനോട് റൂം മാറ്റുന്നതിനെ പറ്റി ചോദിക്കാം. ഈ റൂമിലേക്ക് എനിക്ക് ഷിഫ്റ്റ് ആവാൻ പറ്റിയ എനിക്കൊരു കൂട്ടാവുമല്ലോ. മാത്രമല്ല എന്റെ റൂമില് ഒരു ഹിന്ദിക്കാരി കുട്ടിയാ. എന്തു പറയാനാ? ആപ് കൈസാ ഹേ അച്ഛാ ഹേ, അത്രയുള്ളൂ പരിപാടി. ഇവിടെയാവുമ്പോ നമുക്ക് സംസാരിച്ചിരിക്കാലോ എന്നൊക്കെ തുടങ്ങി അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ജനലിലൂടെ സോറി എന്നെഴുതിയ ഒരു ഹാർട്ട് ബലൂൺ ദിവ്യ കാണുന്നത്. അമ്പരപ്പോടെ നിധി എന്ന് വിളിച്ച് ദിവ്യ അത് അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവൾ എഴുന്നേറ്റ് ചെന്ന് അത് നോക്കുമ്പോൾ കാണുന്നത് താഴെ ബലൂണും പിടിച്ച് റോഡിൽ നിൽക്കുന്ന സുധീഷിനെയാണ്. അത് കണേ ദേഷ്യത്തോടെ അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴേക്കും ദിവ്യയും കൂടെ ചെല്ലുന്നുണ്ട്. അവൾ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന്, നിങ്ങൾ ഇതിന്റെ മുന്നിൽ വന്ന് ഒരു സീനുണ്ടാക്കി എന്നെ നാണം കെടുത്താനാണോ എന്ന് ചോദിക്കുക. അയ്യോ, സീനുണ്ടാക്കാനോ? അതോ നിധിയെ നാണം കെടുത്താനോ എന്ന് സുധീഷും ടെൻഷനോടെ ചോദിക്കുക. തമിഴ് സിനിമ കണ്ടോ? പക്ഷേ അത് എന്റെ മുന്നിൽ കാണിക്കാൻ നിൽക്കരുത്. ഇവിടെയുള്ളവരൊക്കെ ഇതെന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. അത് ഞാൻ സോറി പറയാൻ വേണ്ടിയിട്ട് അവസരം കിട്ടാണ്ടായപ്പോ എന്ന് സുധീഷും. അപ്പോഴേക്കും ദിവ്യയും കൂട്ടുകാരികളും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കുറെക്കൂടി അപമാനിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും എന്ന് നിധി ദേഷ്യത്തോടെ പറയേ. നിധി പ്ലീസ്, എന്നെ ചീത്ത വിളിക്കല്ലേ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പ പൊക്കോളാം എന്ന് സുധീഷ് പറയേ. സീൻ ഉണ്ടാക്കാതെ ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് നിധിയും. നിധി പ്ലീസ്, ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. എനിക്ക് ഒരു തവണത്തേക്ക് മാപ്പ് തന്നൂടെ എന്ന് സുധീഷ് ചോദിക്കേ. അവനെ ഉയർത്തിപ്പിടിച്ച ബലൂണിലേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആ ബലൂൺ ആദ്യം താഴെ ഇറക്ക് എന്ന് നിധിയും. അവനത് താഴെ ഇറക്കി ബലൂൺ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇനി പറഞ്ഞൂടെ നിധി? നിധി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും ഇവിടെ വരും, ഇങ്ങനെ തന്നെ ചെയ്യും എന്നവൻ പറയേ. ഇനിയും എന്നെ ടോർച്ചർ ചെയ്യാനാണ് ഭാവമെങ്കിൽ എനിക്ക് പരാതി കൊടുക്കേണ്ടി വരും എന്നവളും ഉറപ്പിച്ച് പറയുന്നുണ്ട്. നിധി ഒരു അപ്പോളജിക്കാണോ ഇങ്ങനെ ബലം പിടിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിധി പറ, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് സുധീഷ് പറയേ. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടികൾ നിർത്തണം, മേലിൽ ഇങ്ങോട്ട് വരാതിരിക്കണം, എന്നിട്ട് ആലോചിക്കാം മാപ്പിനെ പറ്റി എന്ന് അവളും പറയുകയാണ്. അത് കേൾക്കെ സുധീഷ് തന്റെ കയ്യിലെ ബലൂണിന്റെ പിടിവിടുകയും അത് മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്യുകയാ. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് പോകുമ്പോഴേക്കും നിധിയും ഹോസ്റ്റലിലേക്ക് കയറി പോവുകയാ. സുധീഷ് അപ്പോഴേക്കും തിരികെ വന്ന് ദിവ്യയോടും ഫ്രണ്ട്സിനോടുമായി, അതെ നിങ്ങളൊക്കെ നിധിയുടെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയുന്നത് കേൾക്കെ നിധി തിരിഞ്ഞു നിന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും പറയുകയാ, ഞാൻ നിധിയോട് ഒരു തെറ്റ് ചെയ്തായിരുന്നേ, അതിന് സോറി പറയാൻ വേണ്ടിയിട്ടാ വന്നത്. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാൻ നിധിയോട് നിങ്ങളൊന്ന് പറയൂ പ്ലീസ് എന്നവൻ പറഞ്ഞു തീരുമ്പോഴാണ് ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നിധിയെ കാണുന്നത്. അവളെ കണ്ട് പെട്ടെന്ന് അവൻ നടന്നു നീങ്ങുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ ഹോസ്റ്റലിലേക്ക് കയറി പോവുകയാണ്.
പിന്നീട് റൂമിലിരിക്കുന്ന നിധിയോട് ദിവ്യയും ഫ്രണ്ട്സും ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കുകയാ. ആ ആള് നിധിയുടെ റിലേറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്, എന്താ സോറിയും ചോദിച്ചു വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ദിവ്യ ചോദിക്കേ. ബലൂണിലൊക്കെ സോറി എന്ന് എഴുതിയിട്ടുണ്ട്. ഏതോ ഒരു തമിഴ് സിനിമാ പാട്ടിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു കാമുകനാണ്. ഇത് ബോയ് ഫ്രണ്ടാ എന്ന് വേറൊരു ഫ്രണ്ടും ചോദിക്കേ. അയ്യോ അല്ല എന്ന് നിധിയും പറയുന്നുണ്ട്. എന്തോ ചെറിയ തെറ്റ് ചെയ്തിട്ട് സോറി ചോദിക്കുന്ന പോലെയാ തോന്നുന്നത്. സോറി കൊടുത്തേക്കേ അല്ലേ എന്ന് വേറൊരു ഫ്രണ്ട് ചോദിക്കേ. അത് എന്ന് ബാക്കിയുള്ളവരും സമ്മതിക്കുക. ദിവ്യ അപ്പോഴേക്കും അവരോടായി മതി മതി, വരുമ്പോഴേക്കും തന്നെ റാഗ് ചെയ്യാനുള്ള അവസരമായി ഇതെടുക്കണ്ട, നിങ്ങൾ ചെല്ല് ഞാൻ സംസാരിക്കട്ടെ എന്ന് ഫ്രണ്ട്സിനോടായി പറയേ. ശരിയെന്ന് പറഞ്ഞ് അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവര് സംശയിച്ചത് ശരിയാ, റിലേറ്റീവായ ആളെന്തിനാ ഇങ്ങനെ പിന്നാലെ വരുന്നത്? അയാൾ തന്നെ പ്രപ്പോസ് ചെയ്തോ? അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ വീട് വിട്ടിറങ്ങി വന്നത് എന്ന് ദിവ്യ ചോദിക്കേ. അതൊന്നുമില്ല ദിവ്യ, താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാ നല്ലത് പ്ലീസ് എന്ന് നിധി പറയേ. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദിവ്യ എഴുന്നേറ്റ് പോവുകയാ. പിന്നീട് ചായക്കടയിലിരിക്കുന്ന ഭാസ്കരനെയാണ് കാണിക്കുന്നത്. ഒരു പരിപ്പടയും കയ്യിൽ പിടിച്ച് ഇത് മരം പോലെ ഇരിക്കുന്നല്ലോ, മനുഷ്യന്റെ പല്ല് പൊട്ടിപ്പോവും എന്ന് പറഞ്ഞ് ഭാസ്കരൻ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗംഗാധരൻ അങ്ങോട്ട് വരുന്നത്. ഭാസ്കരനെ ഒന്ന് നോക്കി അപ്പുറത്തെ ബെഞ്ചിലേക്ക് ഇരുന്ന് രാജ ഒരു ചായ എന്ന് ഗംഗാധരൻ വിളിച്ചു പറയുന്നുണ്ട്. പരിപ്പ് വട കഴിച്ചുകൊണ്ട് ഭാസ്കരനോ, രാജ ആദ്യം ചായ ചോദിച്ചത് ഞാനാ, എനിക്ക് തന്നിട്ട് നീ ഏത് അളവിലധികം കൊടുത്താ മതി എന്ന് പറയുന്നുണ്ട്. എന്തിനാ ഭാസ്കരേട്ടാ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുന്നതെന്ന് രാജനും ചോദിക്കേ. എനിക്ക് അങ്ങനാടോ, ഒന്നിനും കൊള്ളാത്തൊരു ഇല കിടക്കുന്നത് കണ്ട വെറുതെ ചവിട്ടാൻ തോന്നും, കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമാത് എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും രാജൻ അവർക്ക് രണ്ടുപേർക്കും ചായ കൊടുക്കുകയാ. അവർ രണ്ടുപേരും ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. എന്താടാ ചായ കുടിക്കാനോ എന്നച്ഛൻ ചോദിക്കേ. ഏയ് അല്ല, 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് രാജനോടായി പറയുന്നുണ്ട് സുഭാഷ്. രാജ ബിസ്ക്കറ്റ് കൊടുക്ക്, കാശ് എന്റെ പറ്റിൽ എഴുതിക്കോ എന്ന് അച്ഛനും. ഏയ് അത് വേണ്ട, ഞാൻ കൊടുത്തോളാമെന്ന് സുഭാഷ് പറയേ. എന്നാ എന്റെ ചായക്കാശ് കൂടി കൊടുക്കുന്ന അച്ഛനും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് രാജേട്ടനും ചോദിക്കുന്നത്. ഇപ്പോഴാ ഓർത്തത് സുഭാഷേ, നിന്റെ അനിയന്റെ ഭാര്യ വീട് വിട്ടു പോയോന്ന്. അത് കേൾക്കേ ഗംഗാധരനും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാ. ഏയ് അങ്ങനൊന്നുമില്ല എന്ന് സുഭാഷ് പറയേ. അങ്ങനെയല്ലല്ലോ ആളുകൾ പറയുന്നതെന്ന് രാജനും ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിപ്പോ വീട്ടിലില്ലല്ലോ സുഭാഷേ എന്ന് അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാളും ചോദിക്കുക. അത് കേൾക്കേ ഗംഗാധരൻ വീണ്ടും പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് സുഭാഷ് മറുപടിയൊന്നും പറയാതെ ഒന്ന് വേഗം എടുക്കുന്ന രാജേട്ടനോടായി പറയും. അത് കേൾക്കേ 2 ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തുകൊണ്ട്, ഇത്രയും കാലം ആ കുട്ടി അവിടെ നിന്നത് തന്നെ വലിയ കാര്യം അല്ലേ എന്ന് ചോദിക്കേ. സുഭാഷും ആ ബിസ്ക്കറ്റ് വാങ്ങി കാശ് കൊടുക്കുക. അപ്പോഴേക്കും വല്യച്ഛനും നാട് മുഴുവൻ വിളിച്ച് റിസപ്ഷൻ നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വീടിന്റെ രാശി മാറില്ലല്ലോ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിക്കുക. സുഭാഷ് രാജനോടായി ബാക്കി ഒന്ന് വേഗം താ ചേട്ടാ എന്ന് പറയേ. താരാടോ എന്ന് പറഞ്ഞ് ഭാസ്കരനോടായി ചായക്കാശ് എടുക്കണോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് ഭാസ്കരൻ വിളിച്ചു പറയേ. സുഭാഷിന്റെ ബാക്കി കാശ് കൊടുത്തുകൊണ്ട് ഇനി ആ കൂട്ടി തിരിച്ചു വരുമോ എന്ന് രാജൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് മറുപടി ഒന്നും പറയാതെ അവിടുന്ന് പോകുമ്പോഴേക്കും ഗംഗാധരനും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ എന്തു പറയാനാ, അത് നടക്കാൻ പറ്റാതെ ഓടുന്നേ എന്ന് പറഞ്ഞ് ചിരിക്കുക. അത് കാണേ ഭാസ്കരനും എന്താടാ ഇങ്ങനെ കക്കന്ന് ചിരിക്കുന്നേ. അവൻ ഉത്തരം കാണത്തില്ല, പക്ഷേ എന്റെ കയ്യിൽ ഉത്തരമുണ്ട്, പറയട്ടെ എന്ന് ചോദിച്ച് ആ ചായ ഗ്ലാസ് താനിരുന്ന ബെഞ്ചിലേക്ക് വെച്ച് എഴുന്നേറ്റുകൊണ്ട് പറയണോ എന്ന് ഗംഗാധരന്റെ അരികിലേക്ക് ചെന്ന് ചോദിക്കേ. എന്തുത്തരാടോ നിന്റെ കയ്യിലുള്ളത് എന്ന് ഗംഗാധരനും. ഉണ്ടടോ, എല്ലാത്തിനും ഉത്തരമുണ്ട്, വാ പറയാം എന്ന് പറഞ്ഞ് ഗംഗാധരന്റെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും കൈ വിടറോ എന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. വാടോ ഇങ്ങോട്ട് വാടോ, വാ ബ്രോ പറയാം ബ്രോ എന്ന് പറഞ്ഞ് ഗംഗാധരനെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയാ ഭാസ്കരൻ. ഗംഗാധരനെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി, എന്റെ മരുമോള് വീട് വിട്ട് പോയിരിക്കുകയാണ്, പക്ഷേ നിന്റെ മരുമകൾ, അതായത് എന്റെയും നിന്റെയും അനിയത്തി പൂതനയുടെ മകൾ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വാഴണമെന്ന് നീ ഇപ്പൊ തീരുമാനിക്കണം എന്ന് ഭാസ്കരൻ പറയേ. അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് ഗംഗാധരൻ. അനാവശ്യമായ കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാം അല്ലേ, പക്ഷേ ഞാൻ മിണ്ടാൻ പാടില്ല. അതെവിടെ തന്നെ ആയാടോ, നിന്റെ മരുമകൾ അവളുടെ കല്യാണത്തിന്റെ തലേന്ന് എന്റെ വീട്ടിൽ വന്ന് എന്റെ മകനെ മാത്രമേ താലി കെട്ടൂന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചത് ഇവിടെ പറയണോ? നടു റോഡിൽ നിന്ന് വിളിച്ചു കൂവണോ അതോ സ്റ്റേജ് കെട്ടി മയക്ക് വെച്ച് അനൗൺസ് ചെയ്യണോ? മിസ്റ്റർ ബകാസുരൻ, അത് പറഞ്ഞ പിന്നെ നാട്ടുകാര് പറഞ്ഞ് രസിക്കുന്നത് ആ കഥയായിരിക്കും. കല്യാണത്തിന് മുൻപെല്ലാം അവൾ ഒളിച്ചും പാത്തവും പിൻവാതിലിലൂടെ എന്റെ വീട്ടിലേക്ക് വരാറുണ്ടെന്ന് കൂടി പറഞ്ഞ പിന്നെ എന്തിനു വന്നോ, എത്ര നാൾ വന്നോന്നൊക്കെ ആ ചായക്കടക്കാരൻ രാജനും അവന്റെ കടയിൽ രാവിലെ മുതൽ കുത്തിയിരിക്കുന്ന കോളാമ്പികളും പരത്തിക്കോളും. വേണോ ബ്രോ എന്ന് ഭാസ്കരൻ ചോദിക്കേ. ഭാസ്കര വേണ്ട, ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട എന്ന് ഗംഗാധരൻ പറയേ. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം ബ്രോ എന്ന് ഭാസ്കരനും. അവൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് എന്താ ചേട്ടനും അനിയനും കൂടി ഒരു സംസാരം എന്ന് ചായക്കടയിലിരുന്ന ഒരു നാട്ടുകാരനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഏയ് അതൊരു ചെറിയ കാര്യമാ മിസ്റ്റർ കോളാമ്പി, പക്ഷേ കേൾക്കാൻ ഇൻട്രസ്റ്റ് കൂടും. ഡു യു വാണ്ട് ഹിയർ ഇറ്റ് എന്ന് പറയട്ടെ എന്ന് ഭാസ്കരൻ ഗംഗാധരനോടായി ചോദിക്കുന്നുണ്ട്. പറ എന്ന് അയാളും വിളിച്ചു പറയേ. എന്താ പറയട്ടെ എന്ന് ഭാസ്കരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. പറയണ്ട, ഒരു പെൺകുട്ടിയുടെ ഭാവിയാണ് എന്ന് ഗംഗാധരൻ.
ഓ, അപ്പൊ എന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കൊന്നും ഭൂതവും ഭാവിയും ഒന്നും ഇല്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നവർക്ക് എന്താ ഭാസ്കര കാര്യം പറ എന്ന് ആ ചായക്കടയിലിരുന്ന ആളും വിളിച്ചു ചോദിക്കുന്നുണ്ട്. പറയട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കേ ഗംഗാധരനും അയാളോടായി ഒന്ന് മിണ്ടാതിരിക്കടോ, ഇവനൊരു കിറുക്ക്, അത് കേൾക്കാൻ നിങ്ങളും എന്ന് ഗംഗാധരൻ പറയേ അത് ശരി, അപ്പൊ ഞാൻ കിറുക്കനായോ? ഞാൻ കാരണം ഒരു പെണ്ണിനും അപവാദം കേൾക്കരുതെന്ന നിശ്ചയത്തോടെ ജീവിച്ചു പോരുന്ന ഈ നാട്ടിലെ ചുരുക്കം ചില ഗുഡ് ബോയ്സിൽ ഒരാൾ, അതാണ് ഭാസ്കരൻ. അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ അങ്ങനെയായിരിക്കുമെന്ന് വിചാരിക്കണ്ട. വൈകിട്ടൊഴിക്കുന്ന പെഗിന്റെ അളവ് ഒരിത്തിരി കൂടിയെന്നിരിക്കെ അപ്പൊ നിന്റെ ഓർമ്മ വരും. അപ്പോ പെട്ടെന്ന് തന്നെ ഇക്കാര്യം പുറത്തേക്ക് ഛർദ്ദിച്ചെന്നും വരും. അതുകൊണ്ട് ഇനി മുതൽ ഭാസ്കരന്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. അതർവൈസ് യു വിൽ സീ മൈ റിയൽ ഫേസ്, ഓക്കെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ തന്റെ സൈക്കിളും എടുത്ത് പോവുകയാണ്. അവിടെ വീട്ടിൽ സുഭാഷ് ജോലിക്ക് പോവാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അതുവരെ ഉറക്കമെണിക്കാതെ തളത്തിൽ കിടക്കുന്ന നികേഷിനെ കണ്ട് എടാ എന്തൊരു ഉറക്ക ഇത്, എടാ കോളേജില്ലെന്ന് കരുതി ഇങ്ങനെ കിടന്നുറങ്ങണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പുറത്തു തന്നെ ഒരു ചെയറിൽ മൊബൈൽ നോക്കിക്കൊണ്ട് സുധീഷും ഇരിപ്പുണ്ട്. ഡാ എണീക്കാൻ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അവന് പനിയുണ്ടെന്ന് കാണുന്നത്. നല്ല പനിയുണ്ടല്ലോ, എഴുന്നേറ്റേ, ഒരു ഗുളിക തരാമെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ, നിക്കെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി ഗുളിക എടുത്തുകൊണ്ടുവന്ന് അവനെ കഴിപ്പിക്കുകയാ. അപ്പോഴാണ് ജോലിക്ക് പോവാൻ ഇറങ്ങിയ ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ആ കാഴ്ച കണ്ട് എന്താ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കേ എടാ അവന് നല്ല പനിയെടാ എന്ന് സുഭാഷും. ഇവൻ ഇത് ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഇപ്പോ എന്ന് ഹരീഷ് പറയേ ഇവൻ ആദ്യം അങ്ങനെയാണല്ലോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാ അപ്പൊ അവന് പനി വരും എന്ന് സുഭാഷ് ഏട്ടനും പറയുകയാ. അതാ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിപ്പോ ഏട്ടത്തി പോയതിന്റെ പനിയാവൂലേ? അതെ, മരുന്ന് എന്തെങ്കിലും വേണമെന്ന് ഹരീഷ് ചോദിക്കേ ഏയ് വേണ്ട ഇവിടെ ഉണ്ടെന്ന് സുഭാഷ് ഏട്ടനും. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നികേഷെ റെസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞ് ഹരീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. സുഭാഷ് നികേഷിനോടായി ഞാൻ അവിനാശിനെ വിളിച്ചിട്ട് ഇന്ന് വരില്ലെന്ന് പറയാം എന്ന് പറയേ എന്തിന് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്റെ കൂടെ ആരെങ്കിലും വേണ്ടേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കും. അതൊന്നും സാരമില്ലേട്ടാ, ഏട്ടൻ പോയിക്കോ എന്ന് നികേഷ്. എല്ലാം കേട്ടിരിക്കായിരുന്ന സുധീഷും സുഭാഷ് ഏട്ടാ ഇവിടെ ഞാനില്ലേ, ഏട്ടൻ പോയിക്കോ, ഞാൻ നോക്കിക്കോളാന്നേ പറയേ. അല്ല നിനക്കതിനൊന്നും സമയമുണ്ടാവില്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടനും. എനിക്കതിന് എന്ത് പണിയാ ഇവിടെ ഉള്ളത്, ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ, അവൻ ഇല്ലാ കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. സമയത്തിന് ഗുളിക കൊടുക്കണം എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഇപ്പൊ കൊടുത്തില്ലേ, അത് മതി, ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം എന്ന് സുധീഷ് പറയേ. ആ പിന്നെ കട്ടിയുള്ളതൊന്നും എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആ എനിക്കറിയാം, കഞ്ഞി ചൂടാക്കി കൊടുത്താ പോരെ, അല്ലെങ്കിൽ കട്ടൻ ചായ വെച്ച് ബണ്ണ് വാങ്ങി കൊടുക്കാം, അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിക്കേ. അത് സമ്മതിച്ച് എടാ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് നികേഷിനോടായി പറഞ്ഞ് സുഭാഷ് തന്റെ പണി സാധനങ്ങളുമായി പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് എഴുന്നേറ്റ് ചെന്ന് സുഭാഷ് ഏട്ടാ നിധി വിളിച്ചിരുന്നോ എന്ന് ചോദിക്കേ. ഇല്ലെന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോവുകയാണ്. സുധീഷ് അപ്പോഴേക്കും നികേഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ തൊട്ട് നോക്കിക്കൊണ്ട് എടാ നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഉടനെ നിനക്ക് മാത്രം പനി വരുന്നത് എങ്ങനെയാടാ? ഗുളിക കഴിച്ചല്ലോ, ഇനി മാറിക്കോളും, എടാ ചായ വാങ്ങിച്ചു തരണോ എന്ന് ചോദിക്കേ. വേണ്ട എന്ന് നികേഷും. പിന്നെ നിധി നിനക്ക് ഫോൺ ചെയ്യോ മറ്റോ ഉണ്ടായോ എന്ന് സുധീഷ് ചോദിക്കേ. നികേഷ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ ഇരിപ്പാ. എടാ നിന്നോടാ ചോദിച്ചേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. ഇല്ല എന്ന് നികേഷ്. നീ വേണമെങ്കിൽ അവൾക്കൊന്ന് ഫോൺ ചെയ്തോ എന്ന് പറഞ്ഞ് മൊബൈൽ എടുത്തു കൊടുക്കേ. എന്തിന് എന്ന് നികേഷും. എടാ ചുമ്മാ വിളിക്കേ, വീഡിയോ കോൾ ആയിക്കോട്ടെ എന്ന് സുധീഷ് പറയേ. എന്തിനാന്നാ ചോദിച്ചേ എന്ന് നികേഷും. എടാ ഒന്ന് വിളിക്കടാ എന്ന് സുധീഷ് വീണ്ടും പറയേ. എന്തിനാണെന്ന് ആദ്യം പറ എന്ന് നികേഷും. അത് ഫോൺ വിളിച്ചിട്ട് നിനക്ക് സുഖമില്ലാന്ന് പറ, നിനക്ക് വയ്യാന്ന് പറഞ്ഞാൽ അവൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ല എന്ന് സുധീഷ് പറയേ. ഞാൻ ചെയ്യില്ലെന്ന് നികേഷും. എടാ നീ വിളിച്ച അവൾ എടുക്കും എന്ന് സുധീഷ് മൊബൈലും പിടിച്ചുകൊണ്ട് പറയേ. സുധീഷിനൊന്ന് പോയേ, നിങ്ങളെ കാണുമ്പോ തന്നെ ദേഷ്യം വരിക, നിങ്ങൾക്കെന്നും നിങ്ങളെപ്പറ്റി മാത്രമേ വിചാരമുള്ളൂ, സുധീഷേട്ടൻ വേണമെങ്കിൽ പോയി വിളിച്ചിട്ട് വാ, അല്ലാതെ നാടകമുണ്ടാക്കി എന്നെ അഭിനയിപ്പിക്കാൻ നോക്കല്ല വേണ്ടത് എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയേ. എടാ മോനെ, അവള് പോയതിനെ കുറിച്ച് ആലോചിച്ചല്ലേ നിനക്ക് പനി വന്നത്, നിനക്ക് ഫീൽ ചെയ്യുന്നോണ്ട് പറഞ്ഞതാടാ ഞാൻ എന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ നിങ്ങളെ, ഡ്രാമ നിർത്തി പോവാൻ നോക്ക് എന്ന് നികേഷ് ദേഷ്യത്തോടെ പറയേ. സുധീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് അതേടാ ഞാൻ പോവാ, നീ പിന്നെ ഈ വീട്ടിലെ ഇള്ള കുട്ടിയാണല്ലോ, എന്തു വന്നാലും പനി വരുന്ന ഇള്ള കുട്ടി, അത്യാവശ്യം സ്വയം നോക്കാനൊക്കെ നീ വളർന്നിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് സുധീഷ് പോകുമ്പോഴേക്കും നികേഷും പായിലേക്ക് കിടക്കുന്നുണ്ട്. അവിടെ ഓഫീസിൽ നിധിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുകയാണ് മോഹൻ. ഇപ്പൊ മനസ്സിലായില്ലേ, ഉച്ചയ്ക്ക് മുമ്പേ തീർക്കാൻ നോക്കണേ എന്ന് സാർ പറയേ. ഓ സാർ എന്ന് നിധി പറയുമ്പോഴാണ് നിധിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. സാറേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി ചെന്ന് തന്റെ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് സാർ ഞാൻ ഈ കോൾ എടുത്തോട്ടെ എന്ന് ചോദിക്കേ. ക്യാരി ഓൺ എന്ന് മോഹനും. നിധിയും മാറി നിന്ന് ആ കോൾ എടുത്ത് പറ സുഭാഷ് ഏട്ടാ എന്ന് പറയും. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഇല്ല സുഭാഷ് ഏട്ടാ ഓക്കെയാന്ന് നിധിയും. പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറിയതല്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് സുഭാഷ് പറയേ. അതൊക്കെ പോകെ പോകെ ശരിയാവും
എന്ന് നിധിയും ജോലി സമയത്ത് ഞാൻ ബുദ്ധിമുട്ടിച്ച മോളെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ ഏയ് അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടാ എന്ന് നിധി പറയുന്നു. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ, നിനക്ക് എപ്പോ വേണേലും വീട്ടിലേക്ക് വരാൻ നിധി. അതിനർത്ഥം വീട്ടിൽ വന്ന് താമസിക്കണമെന്നല്ല, നിനക്കങ്ങനെ വല്ലപ്പോഴും വന്നു പോകണമെന്ന് തോന്നുവാണെങ്കിൽ മടി കാണിക്കരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് സുഭാഷേട്ടനുണ്ട്, ഓക്കെ എന്ന് സുഭാഷേട്ടൻ പറയുന്നതുകൾക്ക് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് ഒരു നല്ല ക്യാരക്ടറാണെന്ന് തോന്നുന്നുണ്ടെന്നും അയാളോട് ക്ഷമിക്കാനായി ദിവ്യ പറയുന്നതും നികേഷിനെ നോക്കാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ സുധീഷിനെ സുഭാഷേട്ടൻ വഴക്കു പറയുന്നതും അതിനെ ചൊല്ലി ഹരീഷും സുധീഷും തമ്മിൽ വഴക്കിടുന്നതും അത് സഹിക്കാനാവാതെ നികേഷ് നിധിയെ വിളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.